ഗസലും ചലച്ചിത്ര ഗാനങ്ങളുമായി ആസ്വാദക മനസ്സിൽ ഇടം പിടിച്ച മഹാഗായകനായിരുന്നു പങ്കജ് ഉദാസ്. പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും നിർമ്മല ശബ്ദമായിരുന്നു അദ്ദേഹം. നിലവിൽ അദ്ദേഹത്തിൻ്റെ സംഗീതരംഗത്തെ സാന്നിധ്യവും അത്രത്തോളമായിരുന്നു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സംഗീത പ്രതിഭയാണ് വിടവാങ്ങിയത്. 70കൾ മുതൽ ഭാരതീയന്റെ ഗസൽ പ്രണയത്തെയും പോപ്പ് ആസ്വാദനത്തെയും ആഴത്തിൽ സ്പർശിച്ച ഗായകനായിരുന്നു പങ്കജ് ഉദാസ്. 86-ൽ പുറത്തിറങ്ങിയ നാം എന്ന ചലച്ചിത്രത്തിലെ ചിട്ടി ആയി ഹേ എന്ന ഗാനം പങ്കജ് ഉദാസിനെ ആസ്വാദകരുടെ ഹൃദയത്തിൻ്റെ മെഹ്ഫിലിലെ പുഷ്പപരവധാനിയിൽ ആനയിച്ചിരുത്തി. പ്രവാസിയുടെ ഹൃദയവേദന സ്പന്ദനലയങ്ങളായി ഒഴുകിയെത്തിയ ഗാനം ഇന്നും മനസ്സുകളുടെ താളമായി തുടരുന്നു. പ്രണയഗാനങ്ങളുടെ പ്രിയ ശബ്ദമായ അദ്ദേഹത്തെ ബാപ്പി ലാഹിരിയും ലക്ഷ്മികാന്ത് പ്യാരേലാലും മജ്റൂഹ് സുൽത്താൻപുരിയും തങ്ങളുടെ ഹൃദയാവിഷ്കാരങ്ങളുടെ ശബ്ദമായി കണ്ടു. അച്ഛൻ കേശുഭായ് ഉദാസിൻ്റെ ദിൽരുബ വാദനമാണ് പങ്കജ് ഉദാസിനെ സംഗീതരംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അമ്മ ജിതൂബൻ ഉദാസും പൂർണ്ണ പിന്തുണ നൽകി. ബ്രിട്ടനിലെ റോയൽ ആൽബർട്ട് ഹാളിൽ മുഴങ്ങിയ മധുര ശബ്ദമായത് പിന്നീട് പരിണമിച്ചു. 2006-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മഹാഗായകൻ കുന്ദൻലാൽ സൈഗാൾ പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുണ്ട്. പങ്കജ് ഉദാസ് സ്വയം സംഗീത സംവിധാനം ചെയ്ത് പാടിയ ഗാനമാണ് ചാന്ദി ജേസാ രംഗ്. ഗീതച്ചെപ്പിൽ ഒരു പിടി ഹൃദ്യഗാനങ്ങൾ നിറച്ചുവെച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. കൾച്ചറൽ ഡെസ്ക്, ജനം.